ഒരു ഫ്രെയിമിൻ്റെ ട്യൂട്ടോറിയൽ കാണിക്കാം. നോർമൽ ഫ്രെയിമിൽ 3D എഫക്റ്റ് കൊടുത്തിട്ടാണ് ഈ ബേബി ഫ്രെയിം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിനു വേണ്ടി ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് A5ൻ്റെ ഫ്രെയിമാണ്. നിങ്ങൾക്കിത് ഏത് ഫ്രെയിമിലും സെറ്റ് ചെയ്യാം. എഡിറ്റ് ചെയ്യുമ്പോഴും പ്രിൻ്റ് എടുക്കുമ്പോഴും സൈസ് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഞാൻ ഈ ഒരു ഫ്രെയിം ഒരു ബോയ്ക്കാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കംപ്ലീറ്റ് ഒരു ബ്ലൂ തീമിലാണ് ഞാൻ ചെയ്യുന്നത്. ഈ കാണുന്ന എലമെൻസും ബാക്ക്ഗ്രൗണ്ടും എല്ലാം ഞാൻ എടുത്തിട്ടുള്ളത് പിൻട്രസ്റ്റ് ആപ്പിൽ നിന്നാണ്. എന്നിട്ട് പിന്നെ ക്യാൻവ ആപ്പിൽ എഡിറ്റാക്കിയിട്ടാണ് പ്രിൻ്റ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് എങ്ങനെയും ഡിസൈൻ ചെയ്യാം. പിന്നെ വീഡിയോ കാണുന്നത് പോലെ കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ എല്ലാം നല്ല നീറ്റായിട്ട് വേണം കട്ട് ചെയ്യാൻ, എന്നാലേ നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഞാൻ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഷീറ്റും എലമെൻസിൻ്റെ ഷീറ്റും സെയിം പേപ്പറിൽ തന്നെയാണ് സെറ്റാക്കിയിട്ടുള്ളതും പ്രിൻ്റ് എടുത്തിട്ടുള്ളതും. നിങ്ങളിത് A4 സൈസിലാണ് ചെയ്യുന്നതെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് എലമെൻസിൻ്റെ ഷീറ്റും ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഷീറ്റും വേറെ ഷീറ്റിലെടുക്കണം. ഇത് A5ൻ്റെ ഫ്രെയിമിലായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ എല്ലാ എലമെൻസും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഫ്രെയിം ഒന്ന് നല്ല ക്ലീൻ ആക്കിയിട്ട് തുടച്ചെടുക്കുക. അതിലുള്ള ഡസ്റ്റും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഫ്രെയിം സെറ്റ് ചെയ്യുമ്പോൾ നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നില്ല. അതിൽ ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഷീറ്റ് ഫ്രെയിമിൻ്റെ ബേസിനേക്കാളും കുറച്ച് വലുപ്പമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2 സൈഡും ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം ഓരോ എലമെൻസും എങ്ങനെ എവിടെയാണ് വെക്കേണ്ടതെന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് സ്റ്റിക്ക് ചെയ്യാൻ നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫ്രെയിം സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആയി പോകും. ഇത് സ്റ്റിക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഡബിൾ സൈഡിൻ്റെ ടാപ്പാണ്. ഈ ഒരു 3D എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡബിൾ സൈഡ് ടാപ്പ് യൂസ് ചെയ്യുന്നത്. ഈ ഫ്രെയിമിൽ ഞാൻ ബേബീൻ്റെ ഫോട്ടോ, നെയിം, ഡീറ്റെയിൽസ്, പേരൻസിൻ്റെ ഫോട്ടോസും നെയിമും ആണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. സ്റ്റിക്ക് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ ഇങ്ങനെ എല്ലാ എലമെൻസും ഒന്ന് എവിടെയാണ് ഫ്രെയിമിൽ വെക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അവിടെ ഒന്ന് വെച്ച് നോക്കുക. എന്നിട്ട് സ്റ്റിക്ക് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ എല്ലാ എലമെൻസിൻ്റെ ബാക്ക് സൈഡിലും ടാപ്പ് ഒട്ടിച്ചെടുക്കുക. പിന്നെ നമ്മൾ നോർമലി ഒരു ഫോട്ടോ ഫ്രെയിം സെറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. പക്ഷേ ഒരു 3D എഫക്റ്റ് ഇതിൽ ആഡ് ആക്കിയത് മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് ഷാഡോ ഫ്രെയിമിൽ യൂസ് ചെയ്യാം. പക്ഷേ കുറഞ്ഞ ബഡ്ജറ്റിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോർമൽ ഫ്രെയിമാണ് നല്ലത്. ഒരു നോർമൽ ബേബി ഫ്രെയിം കൊടുക്കുന്നതിനും ഡിഫറെൻ്റ് ആയിട്ട് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷനാണ്. ഇങ്ങനെയുള്ളത് നമ്മൾ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഡയറക്റ്റായിട്ട് ഫ്രെയിമിൽ വെച്ചെടുക്കുക, ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മൾ ഫ്രെയിമിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. നോർമലായും ചെയ്യുന്നതിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ ഇവിടെ ഈ ഫ്രെയിം സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.